വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ 4-ാം സർഗം 35 ശ്ലോകം ചെയ്തത്. അതായത് ഈ ശുകൻ പറയാണ് രാവണനോട്, ഇവരെല്ലാവരും ഓരോരുത്തരായിട്ട് തന്നെ ഈ വാനരന്മാരെ ഓരോരുത്തരായിട്ട് തന്നെ ലങ്കയും അതിലെ സർവ്വരാക്ഷസന്മാരെയും പൊടി ഭസ്മാക്കാൻ സാമർഥ്യമുള്ളവരാണ്. ഇവരിൽ ഓരോരുത്തരുടെയും സൈന്യം എത്ര ഉണ്ടെന്ന് ഞാൻ ഇപ്പോൾ വെവ്വേറെ അങ്ങോട്ട് പറയാം, കേട്ടോളൂ എന്ന് പറഞ്ഞു അല്ലേ. ഇനി 36ഉം 37ഉം വായിക്കാട്ടോ. യേഷാം കോടി സഹസ്രാണി നവ പഞ്ച ച സപ്ത ച തഥാ ശംഖസഹസ്രാണി തഥാർബുദ ശതാനി ച സുഗ്രീവ സജീവാനാം തേ ബലമേതത് പ്രകീർത്തിതം അന്യേഷാം തു ബലം നാഹം വക്തും ശക്തോസ്മി രാവണ. എത്ര വലിയ സൈന്യെന്ന് ബോധ്യപ്പെടുത്തുകയാണ് രാവണനെ. സുഗ്രീവ സജീവാനാം യേഷാം, സുഗ്രീവൻ മന്ത്രിമാരായ ഇവരുടെ ഏതത് ബലം, ഈ സൈന്യം പ്രകീർത്തിതം പറയപ്പെട്ടു. അന്യേഷാം ബലം തു, അന്യന്മാരുടെ ബലത്തെയാകട്ടെ വക്തും അഹം ന ശക്ത അസ്മി, എന്നെക്കൊണ്ട് പറയാൻ തന്നെ ശക്തനല്ല. എന്താ പറഞ്ഞറിയോ? നീലൻ, അംഗദൻ, ഹനുമാൻ, ശ്വേതൻ, രംഭൻ, ശരഭൻ, പനസൻ, മൈന്ദൻ, ദ്വിവിധൻ, ഇവരൊക്കെ പേര് പറഞ്ഞല്ലോ. ഇവരുടെയൊക്കെ സൈന്യം 21,000 കോടി, 1000 ശംഖ, ഇങ്ങനെ 1000 ശംഖം, പിന്നെ 100 അർബുദം, അതൊക്കെ കണക്കാണ് കേട്ടോ, എന്തൊക്കെയോ ഇത്രയുണ്ട്. ഇത് സുഗ്രീവൻ്റെ മന്ത്രിമാരുടെ ഇവരുടെ സൈന്യം. ഇത് കൂടാതെ ബാക്കിയുള്ളവരുടെ സൈന്യം എത്ര ഉണ്ടെന്ന് പറയാൻ ഞാൻ ശക്തനല്ലാന്ന്. ഇവിടെ അർബുദം, ശംഖം, ഇതൊക്കെ വലിയ സംഖ്യയാണ്. എത്രയാണെന്ന് എനിക്കറിയില്ല, ഇതിൽ പറഞ്ഞിട്ടുമില്ല ഒരു വ്യാഖ്യാനത്തിലും. അതായത് കോടി കണക്കിലുള്ള സൈന്യങ്ങളുള്ളതിനാണ് ഇത്ര അർബുദം എന്നും ശംഖം എന്നൊക്കെ പറയുക. അപ്പോൾ നമുക്ക് പറയാൻ തക്കോണുള്ള വാക്കുകളിപ്പോൾ 21,000 കോടി അങ്ങനെയൊക്കെ പറയാം അല്ലേ, അല്ലെങ്കിൽ 50 കോടി എന്നൊക്കെ പറയാം. അതിലും വലിയ സംഖ്യ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനാണത്ര ശംഖം, അർബുദം എന്നൊക്കെ. അതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ. എന്താ അറിയോ? അസംഖ്യം എന്നർത്ഥം. അസംഖ്യം ആൾക്കാരുണ്ട്, ബാക്കിയുള്ളവർ പറയാൻ തന്നെ പറ്റില്ല എന്ന്. യേഷാം കോടി സഹസ്രാണി നവ പഞ്ച സപ്തജ തഥാ ശംഖസഹസ്രാണി, അതാണ് ശംഖം എന്നൊക്കെ പറഞ്ഞത്. തഥാർബുദ ശതാനി ച സുഗ്രീവ സജീവാനാം തേ ബലമേതത് പ്രകീർത്തിതം, അതാണ് അർബുദവും ശംഖമൊക്കെ പറയാൻ പറ്റാത്തത്ര. ബലമേതത് പ്രകീർത്തിതം അന്യേഷാം തു ബലം നാഹം വക്തും ശക്തോസ്മി രാവണ. 38 രാമോ ന മാനുഷ, അതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ ഈ ശുഗൻ രാവണനോട്. രാമോ ന മാനുഷ സാക്ഷാൽ ആദിനാരായണ പരഹ സീതാ സാക്ഷാൽ ജഗദ്ധേതുശ്ചിച്ഛക്തിർ ജഗദാത്മിക. ഇയാൾക്ക് മനസ്സിലായി. അപ്പോൾ ഇയാളെന്താ പറയണ വെച്ചാൽ രാവണനോട് പറയണം, സാധാരണ ഒരാളൊന്നുമല്ല, ശരിക്കും ആദിനാരായണനായിട്ടുള്ള വിഷ്ണു ഭഗവാൻ തന്നെയാണ് രാമൻ. സീത ഒരു സാധാരണ സ്ത്രീയൊന്നല്ല, മഹാലക്ഷ്മി തന്നെയാണ്, ജഗജ്ജനനി തന്നെയാണെന്ന് പറയുക. അതാണ് രാമൻ ന മാനുഷ, രാമൻ മനുഷ്യനല്ല, സാക്ഷാൽ പ്രത്യക്ഷനായ ആദിനാരായണ പര, ആദിനാരായണനായിട്ടുള്ള ആ പരമാത്മാവ് തന്നെയാണ്. സീത ജഗദ്ധേതു, സീതയോ ഈ ലോകത്തിൻ്റെ കാരണം, യോഗമായ, ചിച്ഛക്തി ജ്ഞാനശക്തി, ജഗദാത്മിക, ഈ ജഗത്ത് തന്നെ സ്വരൂപമായിട്ടുള്ളവളാണ്. അതായത് യോഗമായ തന്നെയാണല്ലോ സീത. അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് രാജാവേ, രാമൻ മനുഷ്യനല്ല, സാക്ഷാൽ പരമാത്മാവ് തന്നെയാണ്, ആദിനാരായണനാണ്, ഈ ലോകത്തിൻ്റെ സൂക്ഷ്മ സ്വരൂപം തന്നെയാണ് സീത, ജഗജ്ജനനിയാണ്, ജഗത്തിൻ്റെ കാരണമായിട്ടുള്ള യോഗമായാണ് എന്ന് പറഞ്ഞു. രാമോ ന മാനുഷ സാക്ഷാൽ ആദിനാരായണ പരഹ സീതാ സാക്ഷാൽ ജഗദ്ധേതു
ചിച്ഛക്തിർ ജഗദാത്മിക, ജഗത്തിൻ്റെ ഹേതുവാണെന്ന്. ഇനി 39-40 താഭ്യാമേവ സമുൽപ്പന്നം ജഗൽ സ്ഥാവരജംഗമം തസ്മാത് രാമശ്ച സീതാ ച ജഗതസ്ഥസ്തുഷശ്ച തൗ പിതരൗ പൃഥിവീപാല തയോർവൈരീ കഥം ഭവേദ് അജാനതാ ത്വയാ നീതാ ജഗന്മാതൈവ ജാനകി. സ്ഥാവരജംഗമം ജഗത്, ഈ സ്ഥാവരവും ജംഗമവും ആയിട്ടുള്ള ലോകം, അതായത് ചരങ്ങളും അചരങ്ങളുള്ള ഈ ലോകം അല്ലേ, മൊബൈൽ ആൻഡ് ഇമ്മൊബൈൽ തിങ്സ്. താഭ്യാം ഏവ സമുത്പന്നം, ഇവരിൽ നിന്ന് തന്നെയാണ് ഈ ലോകം മുഴുവൻ, ഈ ദൃശ്യപ്രപഞ്ചം മുഴുവൻ ഉത്ഭവിച്ചത് ഇവരിൽ നിന്നാണ്. തസ്മാത് രാമഃ സീതാ ച, അതുകാരണം രാമനും സീതയും ജഗതഃ സഞ്ചരിക്കുന്നതും തസ്തുഷ സ്ഥിരമായി നിൽക്കുന്നതുമായ ലോകത്തിൻ്റെ പിതരവും, ഇവര് ഈ ദൃശ്യപ്രപഞ്ചത്തിലത്തെ സകല ചരാചരങ്ങളുടെയും സൃഷ്ടാക്കളാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ ചരാചരങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൻ്റെ പിതാവും മാതാവുമാണെന്ന്. രാമൻ തന്നെയാണ് നമ്മുടെ ജഗത്തിൻ്റെ പിതാവ്, സീതാദേവി ജഗജ്ജനനിയാണ്. തയോഹു വൈരി കഥം ഭവേത്, അവരുടെ വൈരി എങ്ങനെ പറ്റുക? ഈ ലോക സൃഷ്ടാക്കളാണേ, നമ്മുടെ പേരൻസാണ്, അച്ഛനമ്മമാരാണ്. അജാനതാത്വയ, അറിയാതിരുന്ന അങ്ങയാൽ അനീത ജാനകി, അതറിയാഞ്ഞിട്ടാണ് അങ്ങ് ജാനകി അപഹരിച്ചത്, ഇവിടെ കൊണ്ടുവന്നത്. അനീത ജാനകി പിന്നെ ഇവിടെ കൊണ്ടുവന്ന ജാനകി ജഗന്മാതാ ഏവ, ലോകമാതാവാണ്. എന്താ പറയണേ, ഈ ശുഗൻ ശരിക്കും ഉപദേശിക്കാൻ കേട്ടോ രാവണനെ. അവർ ഈ 2 പേരിൽ നിന്ന് തന്നെയാണ് ഈ ചരാചരാത്മകമായിട്ടുള്ള ലോകം ഉത്ഭവിച്ചത് തന്നെ. അതുകൊണ്ട് ഈ ചരാചരങ്ങളായിട്ടുള്ള ലോകത്തിലത്തെ സകലതും ഉള്ള ഈ ലോകത്തിൻ്റെ മാതാപിതാക്കന്മാരും ഈ സീതയും രാമനുമാണ്. അങ്ങനെയുള്ള ജഗൽപിതാക്കളുടെ ആ 2 പേരുടെ വൈരിയായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ ജീവിച്ചിരിക്കാൻ സാധിക്കും? അതായത് അവരോട് വൈരം പറ്റില്ല എന്ന്. ജഗൽ സൃഷ്ടാക്കളാണ്, ജഗൽ പിതാക്കളാണ് അല്ലേ. അങ്ങനെയുള്ള അവരോട് ആർക്കാണ് വൈര്യം വെച്ചിട്ട് ജീവിച്ചിരിക്കാൻ സാധിക്കുക? അസാധ്യമാണ്. ഈ സൂക്ഷ്മ തത്വം അറിയാതെയാണ് അങ്ങ് ഈ ജനകപുത്രിയായിട്ടുള്ള സീതയെ, ലോകമാതാവാണ് ഈ സീത എന്ന് അറിയാതെയാണ് അങ്ങ് അപഹരിച്ച് ലങ്കയിലേക്ക് കൊണ്ടുവന്നത്. ശരിക്ക് പറയാച്ചാൽ അങ്ങയുടെയും കൂടി അമ്മയാണ്, ഈ ലോകത്തിലെല്ലാവരുടെയും മാതാവാണ്. അപ്പം അങ്ങ് ആ ലോകമാതാവാണെന്ന് അറിയാതെ കൊണ്ടുവന്ന ഈ സീത ശരിക്കും അങ്ങയുടെ മാതാവാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. താഭ്യാമേവ സമുൽപ്പന്നം ജഗൽ സ്ഥാവര ജംഗമം തസ്മാത് രാമശ്ച സീതാ ച ജഗൽസ്തസ്തുഷശ്ച തൗ പിതരൗ പൃഥിവീപാല തയോർവൈരീ കഥം ഭവേത്. എങ്ങനെ വൈരുണ്ടാവാം അമ്മോട്? അജാനതാത്വയ, അതറിയാഞ്ഞിട്ടാണ് അങ്ങ് നീത കൊണ്ടുവന്നത്. ആരെ? ജഗന്മാതൈവ ജാനകി, ജഗന്മാതാവായിട്ടുള്ള ജാനകി. ഇനി ക്ഷണനാശിനി സംസാരേ ശരീരേ ക്ഷണഭംഗുരേ പഞ്ചഭൂതാത്മകേ രാജം ചതുർവിംശതി തത്വകേ. ക്ഷണനാശിനി സംസാരേ, ഈ ക്ഷണത്തിൽ നശിക്കണ സംസാരം, അതായത് ട്രാൻസിയൻ്റ് അല്ലേ ഈ ലൈഫൊക്കെ. നമ്മൾ കാണുന്ന ഈ സംസാരമൊക്കെ വെറും ട്രാൻസിയൻ്റ് എന്ന് പറഞ്ഞാൽ അനശ്വരാണ്, നശ്വരാണ്, അനശ്വരമല്ല. അത്ര ട്രാൻസിയൻ്റ് ക്ഷണത്തിൽ നശിക്കണതാണ്. അതാണ് ക്ഷണനാശിനി പറഞ്ഞ്. ക്ഷണനാശിനി സംസാരേ, ക്ഷണത്തിൽ നശിക്കുന്ന ഈ സംസാരത്തിൽ. അപ്പോൾ എന്താ പറഞ്ഞ വെച്ചാൽ ക്ഷണത്തിൽ നശിക്കുന്ന ഈ സംസാരത്തിലെ രാജൻ, ഹേ രാജാവേ, പഞ്ചഭൂതാത്മകേ. പഞ്ചഭൂതാത്മകേ പറഞ്ഞാൽ പഞ്ചഭൂതമയമായും ചതുർവിംശതി തത്വകേ 24 തത്വങ്ങളോടുകൂടിയതും ക്ഷണഭംഗുരേ ക്ഷണത്തിൽ നശിക്കുന്നതും. ക്ഷണനാശിനി എന്ന് പറഞ്ഞ് പിന്നെ ആദ്യം ക്ഷണഭംഗുരെന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്ര ഇതിൽ പറഞ്ഞിട്ടുള്ളൂ, അത് പിന്നെ അടുത്ത ശ്ലോകത്തിലാണ് കേട്ടോ. അതായത് എന്താ ഇതിൽ പറഞ്ഞു വെച്ചാൽ, ഹേ രാജൻ, അതായത് ഇങ്ങനെ ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരത്തിലും ഈ സംസാരത്തിലും അങ്ങക്ക് ഇത്ര ആസക്തി ഉണ്ടാവേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ സംസാരം തന്നെ വളരെ ക്ഷണികമാണ്.
അത്ര നശ്വരാണ്, വേഗം നശിക്കും. അതിൻ്റെ സ്വഭാവം തന്നെ നാശമാണ്. ഈ സംസാരത്തിൽ അകപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഈ ശരീരമോ അതിലും വേഗം നശിക്കും അല്ലേ. അത് പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചതാണത്. പഞ്ചഭൂതമയം എന്ന് പറഞ്ഞല്ലോ. പിന്നെയോ ബുദ്ധി, അഹങ്കാരം, കർമ്മേന്ദ്രിയങ്ങളെ, ജ്ഞാനേന്ദ്രിയങ്ങളെ, ഈ പഞ്ചതന്മാത്രകളെ, പഞ്ചഭൂതങ്ങളെ, പിന്നെ എന്താ പറയുക, പഞ്ച തന്മാത്രകളെ, പഞ്ചഭൂതങ്ങളെ, പിന്നെ 10 ഇന്ദ്രിയങ്ങൾ, അപ്പം 20 പിന്നെ ഈ അന്ധകരണം, ഇങ്ങനെ 24 തത്വങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു കൂട്ടം ആണ് നമ്മുടെ ദേഹേ. അത് പറഞ്ഞു കൊടുക്കുകയാണ് എത്ര നശ്വരാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അത് പറയുകയാണ് ഈ ദേഹം തന്നെ പഞ്ചഭൂതമയാണ്. മാത്രമല്ല 24 തത്വങ്ങളിലെ ഒരു കൂടാണ് നമ്മുടെ ദേഹം. 24 തത്വങ്ങൾ ഏതൊക്കെയാ വെച്ചാൽ പഞ്ചതന്മാത്രകൾ, അതായത് രൂപസ്പർശ വായു ശബ്ദസ്പർശ രൂപരസമാണ് കേട്ടോ. അത് പിന്നെ പഞ്ചഭൂതങ്ങൾ, നമുക്ക് പഞ്ചഭൂതങ്ങൾ അറിയാം. അപ്പോൾ 10 പിന്നെ 5 കർമ്മേന്ദ്രിയവും 5 ജ്ഞാനേന്ദ്രിയവും, അപ്പോൾ 20 10 20 പിന്നെ അന്ധകരണം, അതായത് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, അതും കൂടിയിട്ടാണ് പറയണത്. 24 തത്വങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ ദേഹം. നമ്മൾ ആദ്യത്തെ ശ്ലോകം ഒന്നും കൂടി വായിക്കാം. ക്ഷണനാശിനി സംസാരേ, 41 ആദ്യത്തെ അല്ല, ക്ഷണനാശിനി സംസാരേ ശരീരേ ക്ഷണഭംഗുരേ. ഇതൊക്കെ നമുക്കും ഉള്ളൊരു ഉപദേശമാണ് കേട്ടോ. പഞ്ചഭൂതാത്മകേ രാജം 24 തത്വകേ. പഞ്ചഭൂതങ്ങളെ കൊണ്ടും 24 തത്വങ്ങളെ കൊണ്ടും ഉണ്ടാക്കിയതാണ് ക്ഷണഭംഗുരമായിട്ടുള്ള, ക്ഷണനാശിനിയായിട്ടുള്ള, ക്ഷണഭംഗുരായിട്ടുള്ള നമ്മളെ ശരീരം. ഈ ക്ഷണനാശിനിയായിട്ടുള്ള സംസാരത്തിൽ ഇരിക്കുന്നു. എങ്ങനത്തെ ക്ഷണഭംഗുര ശരീരം? വെറും പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതും പഞ്ചഭൂതങ്ങളാലും 24 തത്വങ്ങളാലും നിർമ്മിതമായിട്ടുള്ള ക്ഷണഭംഗുരമായ ശരീരം ഈ ക്ഷണഭംഗുരമായ സംസാരത്തിൽ ആണ് എന്ന് ഓർമ്മിക്കണം എന്ന് പറയാണ്. മലമാംസാസ്ഥി ദുർഗന്ധഭൂയിഷ്ടേഹം കൃതാലയേ കൈവാസ്ഥ വ്യതിരിക്തസ്യ കായേ തവ ജഡാത്മകേ. നമ്മളോടും പറയണ ഉപദേശമാണ്. എന്താ അറിയോ പറയണ? ഇനി മലമാംസാസ്ഥി ദുർഗന്ധഭൂയിഷ്ടേ. മലം, മാംസം, എല്ല് ഇതിൻ്റെയൊക്കെ ദുർഗന്ധം നിറഞ്ഞതും, അഹംകൃതാലയെ അഹങ്കാരത്തിന് ആസ്പദവും, പിന്നെയോ ജഡാത്മകേക്കായെ വെറും ജഡമായിട്ടുള്ള ഈ ദേഹത്തിൽ, വ്യതിരിക്തസ്യ തവ അതിൽ നിന്നും ഭിന്നനായ അങ്ങയ്ക്ക്, അതായത് ശരിക്കും അങ്ങ് ആത്മാവാണ്, ഈ ജഡശരീരമല്ല, അങ്ങനെ ഭിന്നനായ അങ്ങയ്ക്ക് ആസ്ഥ കാ ഏവ. എന്തിനാ ഇങ്ങനെ ഇത്ര ദേഹാഭിമാനം എന്ന് ചോദിക്കുകയാണ്. ഇത്ര ദേഹാഭിമാനം എന്തിനാ? ഈ 24 തത്വങ്ങളെ കൊണ്ട് നിറഞ്ഞ ഭൂമി എന്ന് പറഞ്ഞു, അല്ല ശരീരം എന്ന് പറഞ്ഞു, ക്ഷണഭംഗുരാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ് ഈ മലവും മാംസവും എല്ലും അതിൽ നിന്നൊക്കെ ഉണ്ടാവണ ദുർഗന്ധവും നിറഞ്ഞിരിക്കുന്ന ഈ ജഡദേഹം അഹങ്കാരത്തിൻ്റെ ഗൃഹമാണ്. അങ്ങാണെങ്കിൽ ആ ദേഹമല്ല, ആ ശരീരത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ആത്മാവാണ് അങ്ങ്. അപ്പോൾ എന്തിന് ഇത്ര ദേഹാഭിമാനം കൊണ്ട് നടക്കണമെന്ന് ചോദിക്കുകയാണ് ശുഗനെ. ഈ ജഡമാണ്, അതായത് ആദ്യം പറഞ്ഞു പഞ്ചഭൂതാത്മകവും 24 തത്വങ്ങളും കൊണ്ടുള്ള ക്ഷണഭംഗുര ശരീരം എന്ന് പറഞ്ഞു. മാത്രമല്ല ഈ ശരീരത്തിന് മാലവും മാംസവും നിറഞ്ഞ് അതൊന്ന് പുറത്തേക്ക് വന്നാൽ അത്ര നാറ്റം, അല്ലെങ്കിൽ ഒന്ന് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ നാറുന്ന ഈ ദേഹം ജഡാണ്. ദേഹം മുഴുവൻ ജഡാണ്. അതിലെ ചൈതന്യവത്താക്കുന്ന ചൈതന്യം ആണ് നമ്മൾ. അങ്ങ് ഈ ദേഹമല്ല, ഈ ജഡമായ ദേഹമല്ല അങ്ങ്. ആ ദേഹത്തിനെ ചൈതന്യവത്താക്കുന്ന ആത്മാവാണ് അങ്ങ് എന്നറിയാതെ എന്തിനിങ്ങനെ ദേഹം അഭിമാനിക്കുന്നു? ദേഹാഭിമാനം കൊണ്ടാണല്ലോ ഇപ്പോൾ സീത അനുഭവിക്കാനൊക്കെ ഉള്ള മോഹം കൊണ്ടല്ലേ കൊണ്ടുവന്നത്. എന്തിന് ഈ ദേഹാഭിമാനം വെച്ച് പുലർത്തുന്നു എന്നാണ്. മലമാംസാസ്തി ദുർഗന്ധഭൂയിഷ്ടോഹം കൃതാലയേ കൈവാസ്ഥ. എന്തിനാ അതിങ്ങനെ ഈ ദേഹാഭിമാനം? വ്യതിരിക്തസ്യ ഈ ദേഹത്തിൽ നിന്ന് വേർപെട്ട ആ ദേഹത്തിൻ്റെ ചൈതന്യമാണ്, ആത്മാവാണ്.
കായേ തവ ജഡാത്മകേ, ജഡശരീരാണ് ഇത്. എന്നിട്ടോ 43 യൽ കൃതേ ബ്രഹ്മഹത്യാദിപാതകാനി കൃതാനി തേ ഭോഗഭോക്ത തു യോ ദേഹ സദേഹോത്ര പതിഷ്യതി. എന്നിട്ട് ഈ ഒരു ലേഖത്തിന് വേണ്ടിയിട്ട് യത് കൃതേ, ഈ ഏതൊരു ദേഹത്തിന് വേണ്ടിയിട്ട് തേ അങ്ങയാൽ ബ്രഹ്മഹത്യാദിപാതകാനി, ബ്രഹ്മഹത്യയുടെ അത്ര പാപമുള്ള ഈ ഭാര്യയെ അപഹരിക്കലൊക്കെ, സീതയെ അപഹരിക്കലൊക്കെ, ഭോഗഭോക്ത തൂയ ദേഹേ, ഈ ഭോഗത്തിനെ ഭുജിക്കാനായിട്ട്, അതായത് ഈ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ സുഖങ്ങൾക്ക് മാത്രമായിട്ട്, ദേഹത്തിൻ്റെ സുഖത്തിനായിട്ട് ആണല്ലോ അങ്ങിപ്പോൾ ഇതിന് പുറപ്പെടണത്. ആ ദേഹം അത്ര പതിശ്ശേരി, ആ ദേഹം എപ്പോൾ വേണമെങ്കിൽ ഇവിടെ ഇപ്പോൾ വീഴാം. ഏത് ദേഹത്തിന് വേണ്ടിയാണോ, ഏത് ദേഹത്തിൻ്റെ ഭൗതിക സുഖം, ഏത് ദേഹത്തിൻ്റെ ഭൗതിക സുഖ ആസ്വാദനത്തിന് വേണ്ടിയാണോ അങ്ങിപ്പോൾ ഈ ബ്രഹ്മഹത്യാദി പാപമൊക്കെ ചെയ്യണത്, ആ ദേഹം എപ്പോൾ വേണമെങ്കിൽ പതിക്കാം. അത്ര ക്ഷണഭങ്കുരാണ്. അതാണ് പറയണത്. എന്താ വെച്ചാൽ ഇത് യാതൊരു ശരീരത്തിന് വേണ്ടിയാണോ അങ്ങ് ഈ ബ്രഹ്മഹത്യാദി മഹാപാപങ്ങളൊക്കെ ഇപ്പം ചെയ്യണത്, അല്ലെങ്കിൽ ചെയ്തുവോ, ആ വക ദുഷ്കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്ന സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്ന ഈ ശരീരം ഉണ്ടല്ലോ, ഈ ലോകത്തിൽ എപ്പോൾ വേണമെങ്കിൽ നശിച്ച് വീഴാം. ഏത് സമയം വേണമെങ്കിൽ ഈ ശരീരം പതിക്കാം. അങ്ങനത്തെ ശരീരത്തിന് വേണ്ടിയാണ് അങ്ങനത്തെ ശരീരസുഖത്തിന് വേണ്ടിയാണ് അങ്ങ് ഈ ബ്രഹ്മഹത്യാദി പാപം മുഴുവൻ ചെയ്തത്. കഷ്ടല്ലേ ആലോചിച്ചാൽ. നമ്മളോടൊക്കെ പറയാണ്, ഈ ദേഹം ജഡമാണ്, നിങ്ങൾ ഈ ദേഹമല്ല, നിങ്ങൾ ഈ അതിൻ്റെ ഉള്ളിലെ ദേഹത്തിനെ ചൈതന്യവത്താക്കുന്ന ആത്മാവാണ് നിങ്ങൾ. അപ്പം ഈ ജഡമായ ശരീരം എപ്പോൾ വേണമെങ്കിൽ പതിക്കാം. അങ്ങനെ എപ്പോൾ വേണമെങ്കിൽ പതിക്കാവുന്ന ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടി നിങ്ങൾ എന്തിന് പാപങ്ങൾ ചെയ്യുന്നു എന്ന് നമ്മളോടും പറയണം. ഓഫ് കോഴ്സ് രാവണനോട് പറയുന്ന വാക്കുകളിൽ കൂടി നമ്മൾ എത്തിക്കുകയാണ് വ്യാസഭഗവാൻ. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടി ഒന്നിച്ചൊന്ന് പറയാം. എന്താ പറഞ്ഞാൽ, ശരീരത്തിൽ അങ്ങക്കുള്ള ഈ അത്യാസക്തി ശരിയല്ല. എന്താ വെച്ചാൽ ഈ സംസാരം തന്നെ ക്ഷണത്തിൽ നശിക്കണതാണ്. അതിൻ്റെ സ്വഭാവം തന്നെ നാശമാണ്. അതിനു പുറമേ ഈ സംസാരത്തിലിരിക്കുന്ന അങ്ങയുടെ ശരീരം ഉണ്ടല്ലോ, അതും ക്ഷണഭങ്കുരാണ്. അത് പഞ്ചഭൂതമായാണ്, 24 തത്വങ്ങളുടെ സംഘാതം കൊണ്ടുണ്ടായതാണ്. മലമാംസവും അസ്ഥിയും ഇതിന്നൊക്കെ ഉണ്ടാവുന്ന ദുർഗന്ധം നിറഞ്ഞ ആ ജഡദേഹം അഹങ്കാരത്തിൻ്റെ ഭവനാണ്. അങ്ങ് ഈ ദേഹമല്ല, അങ്ങ് ഇതിന്ന് വേർപെട്ടിരിക്കുന്ന ആത്മാവാണ്. ഏതൊരു ശരീരത്തിന് വേണ്ടിയാണ് അങ്ങ് ഇങ്ങനെ ബ്രഹ്മഹത്യാദി പാപങ്ങളൊക്കെ ചെയ്യണത്, ആ ശരീരം എപ്പോഴാണ് പതിക്കാന്നറിയില്ല. പക്ഷെ അങ്ങ് ഈ ശരീരമല്ല എന്ന് മനസ്സിലാക്കൂ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ യൽ കൃതേ 43 ചൊല്ലിയിട്ട് 44 പോവാം. യൽ കൃതേ ബ്രഹ്മഹത്യാദിപാതകാനി കൃതാനി തേ ഭോഗഭോക്താതു യോ ദേഹ സദേഹോത്ര പതിഷ്യതി. എപ്പോൾ വേണമെങ്കിൽ പതിക്കാലോ. 44 പുണ്യപാപേ സമായാതോ ജീവേന സുഖദുഃഖയോ കാരണേ ദേഹയോഗാദിനാത്മന കുരുതോ നിശം. യാവത് ദേഹോസ്, അതെന്താ പറയുക വെച്ചാൽ കുരുതോ നിശം. അതെ, സുഖദുഃഖയോ കാരണേ പുണ്യപാപേ, സുഖദുഃഖങ്ങളുടെ കാരണങ്ങളായ സുഖം ദുഃഖം തരാനുള്ള അതിൻ്റെ ഫലമാണല്ലോ, പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും ഫലമാണല്ലോ സുഖദുഃഖം. അതാണ് പറയണത്. സുഖദുഃഖയോ കാരണേ പുണ്യപാപേ, സുഖദുഃഖങ്ങളുടെ കാരണങ്ങളായ പുണ്യപാപങ്ങൾ ദേഹേന സഹ സമായാത, ദേഹത്തോടുകൂടി വരുന്നു. ദേഹയോഗാദിന ആത്മനഃ അനിശം. അതെ, ഈ ദേഹയോഗാദി കൊണ്ട് ആത്മാവിന് നിരന്തരം സുഖദുഃഖങ്ങളെ ഉണ്ടാക്കുന്നു. എന്താ പറഞ്ഞ വെച്ചാൽ ഈ സുഖദുഃഖങ്ങളുടെ കാരണങ്ങളായ പുണ്യപാപകർമ്മങ്ങൾ ജീവനോട് കൂടിയാണ് വരണം. ശരിക്കും ആത്മാവ് അനുഭവിക്കുന്നില്ല. ഈ സുഖദുഃഖങ്ങളൊക്കെ ഈ ജഡശരീരത്തിൻ്റെയാണ്. പക്ഷെ നമ്മളെ ശരീരമെന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ ആവുകയാണത്.
നമ്മൾ ശരീരമല്ല, നമ്മൾ ആത്മാവാണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ഈ ശരീരത്തിന് സംഭവിക്കുന്ന സുഖദുഃഖങ്ങളൊന്നും നമ്മൾ അനുഭവിക്കില്ല. പക്ഷെ എന്താ വെച്ചാൽ സുഖദുഃഖങ്ങളുടെ കാരണങ്ങളായ പുണ്യപാപ കർമ്മങ്ങൾ ജീവനോടുകൂടി വരികയാണ് ജീവാത്മാവിന്. അതിനാൽ ജീവന് നിരന്തരം ഈ സുഖദുഃഖങ്ങൾ അനുഭവിക്കുക ദേഹാഭിമാനം കൊണ്ടേ. അല്ലാതെ സ്വതേ ആത്മാവിന് സുഖദുഃഖ സംബന്ധം ഒന്നുമില്ല. ദേഹമായിട്ട് സംബന്ധമില്ല, പക്ഷെ ഉണ്ടെന്ന് വിചാരിക്കുകയാണ്. ആത്മാവ് ഏത് കാലം വരെയാണ് ദേഹം ഞാനാന്ന് വിചാരിക്കണേ? അപ്പം നമുക്ക് ഈ അതായത് ദേഹാഭിമാനം എത്രത്തോളം ഉണ്ടോ, എത്ര കാലം ഉണ്ടോ അത്രത്തോളം നമുക്ക് ഈ ദേഹത്തിന് ദുഃഖം അനുഭവിക്കണം. അതാണ് പുണ്യപാപേ സമായാതോ ജീവേന സുഖദുഃഖയോഹോ കാരണേ ദേഹയോഗാദിനാത്മന കുരുതോ നിശം. നമ്മൾ ആത്മാവ ഈ ദേഹം ആണെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ് നമുക്ക് ഈ ജഡദേഹം അനുഭവിക്കുന്ന ദുഃഖസുഖം അനുഭവിക്കേണ്ടി വരുന്നത്. ശരിക്കും ആത്മാവിന് ഇല്ല, അത് ശരിക്കും ബന്ധമില്ല. പക്ഷേ ഈ ജീവാത്മാവ് ഞാനാണ്, ഞാൻ ദേഹമാണെന്ന് വിചാരിക്കുകയാണ്. യാവത് ദേഹോസ്മി കർത്താസ്മീത്യാത്മാഹം കുരുതേ വശ അധ്യാസാത്താവദേവസ്യ ജന്മനാശാദി സംഭവ. അതാണ് എന്താ വെച്ചാൽ അധ്യാസാൽ അവശഃ, അധ്യാസം നിമിത്തം അവശനായിട്ട് യാവത് ദേഹ അസ്മി കർത്ത അസ്മി ഇതി ആത്മാ അഹം കുരുതേ, ഏത് കാലം വരെ ഞാൻ ദേഹമാകുന്നു, ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണ് എന്ന് അഹങ്കരിക്കുന്നുവോ, അതായത് ഈ ജീവാത്മാവ് എത്ര കാലം വരെ ഞാൻ ദേഹമാണെന്നും ഞാനാണ് എല്ലാം ചെയ്യുന്നതെന്നും ഞാനാണ് എല്ലാം അനുഭവിക്കുന്നത് എന്നും വിചാരിക്കുന്നുവോ, അത് ഏവ ആത്മന ജ്ഞാനാദി സംഭവാസ്യാത്, ആ കാലം വരെ മാത്രമേ ആത്മാവിന് ജനന മരണാദികളുള്ളൂ എന്ന് പറയാണ്. അതായത് എന്താ വെച്ചാൽ എത്ര കാലം നമ്മൾ ഞാൻ ഈ ദേഹമാണ്, ഞാനാണ് ഇതൊക്കെ ചെയ്യണത്, ഞാനാണ് ഇതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കണമെന്ന് നമ്മൾ വിചാരിക്കുന്നുവോ അത്രത്തോളം കാലം മാത്രമേ നമുക്ക് ഈ ദേഹം അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ അനുഭവിക്കേണ്ട ആവശ്യമുള്ളൂ. അതല്ല എന്ന് ബോധ്യം വന്നാൽ നമുക്കുടനെ ആ സുഖദുഃഖാനുഭവം ഇല്ലാതെയാവും, പിന്നെ നിത്യാനന്ദാവും നമ്മൾ ആത്മാവാണെന്ന് അറിഞ്ഞാൽ. യാവത് ദേഹോസ്മി കർത്താസ്മീത്യാത്മാഹം കുരുതേ വശ അധ്യാസാത്താവവേദസ്യ ജന്മനാശാദി സംഭവ. അങ്ങനെ നമ്മൾ വിചാരിക്കുന്നിടത്തോളം കാലം മാത്രമേ നമുക്ക് ജനനവും മരണവും ഉള്ളൂ. ആത്മാവ് നിത്യനാണ്. അപ്പം ഞാൻ ആത്മാവാ എന്നറിഞ്ഞാൽ ഈ ദേഹത്തിൻ്റെ ജനന മരണ ദുഃഖ സംഭവങ്ങളൊന്നും അനുഭവിക്കില്ല. തസ്മാത്വം ത്യജ ദേഹാദാവഭിമാനം മഹാമതേ ആത്മാതി നിർമ്മല ശുദ്ധോ വിജ്ഞാനാത്മാചലോവ്യയ. അതുകൊണ്ട് എന്താ പറയണേ, മഹാമതേ, മഹാബുദ്ധിമാനായിട്ടുള്ള രാജാവെ, അങ്ങുന്ന ദേഹാദൗ അഭിമാനം ത്യജ, ഈ ദേഹാഭിമാനത്തെ ത്യജിച്ചാലും ആത്മാവ് അതിനിർമ്മല, അത്യന്തം നിർമ്മലവും പരിശുദ്ധവും, ശുദ്ധനും വിജ്ഞാനാത്മാ ജ്ഞാനസ്വരൂപനും, അചല ഒരു ഇളക്കമില്ലാത്തവനും, അവ്യയ നാശമില്ലാത്തവനുമാകുന്നു. അതുകൊണ്ട് എന്താ പറയണ വെച്ചോ, വാസ്തവത്തിൽ അതായത് നമുക്കിങ്ങനെ ദേഹാഭിമാനം ഉള്ളതുകൊണ്ടാണ് ജനന മരണങ്ങളുള്ളവനെ പോലെ നമുക്ക് തോന്നണത്. അധ്യാസം നിമിത്തം അവശനാവുകയാണ്. ആത്മാവ് സ്വതവേ അസ്വതന്ത്രനല്ല. ഈ അധ്യാസം കൊണ്ട്, ഞാനാണ്, ഈ മായയുടെ അധ്യാസം കൊണ്ടാണ് നമുക്ക് തോന്നണത്. അതായത് വാസ്തവത്തിൽ ആത്മാവിന് രാഗദ്വേഷാദി വൃത്തികളൊന്നുമില്ല. അതുകൊണ്ടുണ്ടാവുന്ന സുഖദുഃഖാദി ഭാവങ്ങളും ആത്മാവിനില്ല. ആത്മാവ് അത്യന്തം നിർമ്മലനും ശുദ്ധനും ജ്ഞാനസ്വരൂപനും എങ്ങും നിറഞ്ഞിരിക്കുന്നവനും അചലനും പിന്നെയോ അവ്യയനും നാശരഹിതനുമാകുന്നു. തസ്മാത്വം ത്യജ ദേഹാദാവഭിമാനം മഹാമതേ ആത്മാതി നിർമ്മല ശുദ്ധോ വിജ്ഞാനാത്മാചലോവ്യയ. അതായത് ദേഹാഭിമാനം ത്യജിക്കൂ. എന്നാൽ ഇങ്ങനെ ഈ ദേഹസുഖത്തിന് വേണ്ടി അങ്ങ് ചെയ്യുന്ന ഈ പാപങ്ങളൊന്നും ചെയ്യണ്ട, ഈ സീതയെ കൊണ്ടുവരുമൊന്നും വേണ്ട. അതുകൊണ്ട് ദേഹാഭിമാനം
ത്യജിക്കൂ, അങ്ങ് ആരാണെന്ന് അറിയൂ എന്ന് പറയാണ്. അപ്പോൾ അതൊന്നിച്ചൊന്ന് പറയാം. ഈ സുഖദുഃഖങ്ങളുടെ കാരണങ്ങളായിട്ടുള്ള ഈ പുണ്യപാപ കർമ്മങ്ങൾ ജീവൻ വരണോടുകൂടി മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് ജീവന് നിരന്തരം സുഖദുഃഖങ്ങളുണ്ട് നമ്മൾ ജീവനാണെന്ന് വിചാരിക്കുമ്പോൾ. അല്ലാതെ സ്വതേ ആത്മാവിന് സുഖദുഃഖം ആയിട്ട് ഒരു ബന്ധമില്ല. ദേഹസംബന്ധം തന്നെ വാസ്തവമല്ല. ആത്മാവ് ഏത് കാലം വരെയാണ് ഈ ദേഹത്തെ ഞാനാണെന്നും ഞാനാണ് എല്ലാം ചെയ്യണമെന്നും ഞാനാണ് എല്ലാം അനുഭവിക്കണമെന്നും തെറ്റായിട്ട് എത്ര കാലം വിചാരിക്കണോ ആ കാലം വരെ ജനന മരണങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നും. ഈ മായ കാരണമാണ് ആത്മാവിന് ഈ അസ്വതന്ത്രത അനുഭവപ്പെടുന്നത്. വാസ്തവത്തിൽ ആത്മാവിന് രാഗാദി വൃത്തികളോടുള്ള ചേർച്ചയോ സുഖദുഃഖ ഭാവങ്ങളോ ഒന്നും ഇല്ല. ആത്മാവ് നാശരഹിതനാണ് എന്ന് പറയാട്ടോ. നമുക്കിവിടെ നിർത്താം. അപ്പോൾ നമുക്ക് ഇന്നിവിടെ നിർത്താൻ സമയമായി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.